ലോക ശ്രദ്ധയെ തന്നെ ആകർഷിച്ചിട്ടുള്ള മറയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ലക്ഷ്യം വയ്ക്കുന്നത് മറയൂർ ശർക്കര ഫാക്ടറി കാണുക എന്നുള്ളതാണ്. മറയൂർ എന്ന് പറയുന്ന സ്ഥലം ഫേമസ് ആയിരിക്കുന്നത് ശർക്കരയുടെ ഉൽപാദന വിപണന കേന്ദ്രമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെ ചെന്നാലും എ ക്ലാസ് രീതിയിലുള്ള ശർക്കര എവിടെ കിട്ടും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് മറയൂർ എന്നുള്ള പേരാണ്. JR സ്പൈസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ തരത്തിലുള്ള ജഗ്ഗറി അല്ലെങ്കിൽ ശർക്കരയുടെ ഉൽപ്പാദനം ഒന്ന് നേരിട്ട് കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രദേശത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. റോഡ് സൈഡിൽ നിന്ന് അല്പം താഴ്ഭാഗത്തായിട്ട് നിലകൊള്ളുന്ന ഈ ഒരു ഫാക്ടറിയിലേക്ക് കരിമ്പിൽ നിന്നെടുക്കുന്ന ശർക്കരയുടെ ഉൽപാദന മേഖലകൾ നിലകൊള്ളുകയാണ്. എങ്ങനെയാണ് നമ്മുടെ കൈകളിൽ പാക്കറ്റുകളിലൊക്കെ എത്തിച്ചേരുന്ന മനോഹരമായി ഈ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുവാനും അതുപോലെ തന്നെ നേരിട്ട് കാണുവാനുമുള്ള അവസരം ഈ ഒരു ഫാക്ടറിയോട് അനുബന്ധിച്ച് ഇവിടുത്തെ അധികാരികൾ നമ്മളെ, പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളെ അനുവദിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ശ്രേഷ്ഠമായ ഒരു കാര്യം. മറയൂർ പ്രദേശങ്ങളിൽ തന്നെയുള്ള കരിമ്പിൻ ചെടികളാണ് ഈ ഒരു ഫാക്ടറിയിലെ ശർക്കര ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടുത്തെ വിവരണങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ലോഡുകളിലാണ് ഈ ഒരു ഫാക്ടറിയിലേക്ക് കരിമ്പിൻ തണ്ടുകൾ എത്തിച്ചേരുക. നമ്മൾ ആദ്യ ഭാഗത്ത് ശ്രദ്ധിച്ച് കാണുമായിരിക്കും, റോഡ് സൈഡുകളിൽ നിന്ന് താഴേക്ക് ഈ കെട്ടുകളായിട്ട് വരുന്ന ലോഡ് വീഴുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതനുസരിച്ച് താഴേക്ക് വീഴുന്ന ഈ കരിമ്പിൻ തണ്ടുകൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇവിടെ കാണപ്പെടുന്ന ഈ ഒരു മെഷീനിലൂടെ കടത്തിവിടുകയാണ്. അങ്ങനെ ഒരു വശത്തേക്ക് ഇതിൻ്റെ ചണ്ടിയും മറുവശത്തേക്ക് ഇതിൻ്റെ നീരും പോകുന്ന രീതിയിലാണ് ഈ ഒരു മെഷീൻ ഇവിടെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ മെഷീനിലൂടെ കടത്തിവിടുമ്പോൾ ലഭ്യമാകുന്ന കരിമ്പിൻ നീര് മറ്റൊരു പൈപ്പിലൂടെ ഇത് വലിയൊരു ചെമ്പിലേക്ക് ചെന്ന് വീഴുകയാണ്. ആ കരിമ്പിൻ നീരിനെ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കിയാണ് മനോഹരമായ ശർക്കര ഉണ്ടാക്കിയെടുക്കുന്നത്. മായമൊന്നും കലർത്താതെ സംക്ഷിപ്തമായ രീതിയിൽ നിർമ്മിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് വിനോദസഞ്ചാരികൾക്കായിട്ട് ഈ ഒരു ഫാക്ടറി കയറി കാണുവാൻ ഇവിടുത്തെ അധികാരികൾ പ്രത്യേകമായിട്ട് അനുവദിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമുക്കറിയാം മറയൂർ ശർക്കര എന്ന് പറയുന്നത് ബ്രാൻഡഡ് നെയിമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു പ്രാധാന്യം അതിനുണ്ട്. ആ പ്രാധാന്യവും അതിൻ്റെ സംശുദ്ധതയ്ക്ക് കോട്ടം വരുന്ന രീതിയിൽ ഒരു രീതിയിലുള്ള പ്രവർത്തനവും ഇവിടെ നടക്കാറില്ല എന്ന് മറ്റുള്ളവരെ അറിയിക്കുവാൻ കൂടി ഈ സന്ദർശനങ്ങൾ ഇവർക്ക് ഒത്തിരിയേറെ കാരണമാകുന്നുണ്ട്. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ തരത്തിലുള്ള ശർക്കരകൾ വളരെ ടേസ്റ്റിയാണ്. ഞാൻ രുചിച്ച് നോക്കി. ഇവിടെ നമുക്ക് രുചിച്ച് നോക്കുവാനുള്ള അവസരവും ഇവർ നൽകുന്നുണ്ട്. അതിനുശേഷം മുകളിലത്തെ കടകളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ യഥേഷ്ടമായിട്ടുള്ള പാക്കറ്റുകൾ വാങ്ങിക്കുവാനും സാധിക്കും. എരിവുള്ളതുണ്ട്, സ്പൈസസ് ആയിട്ടുള്ളതുണ്ട്, അല്ലാത്ത നോർമലായിട്ടുള്ളത്, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പൊടികളായിട്ടുണ്ട്, ഉരുണ്ട ശർക്കരയായിട്ടുള്ളതുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പാക്കറ്റുകളിലാണ് നമുക്കിവ ലഭ്യമാകുന്നത്. അങ്ങനെയുള്ള ഈ ശർക്കര മുഴുവനും ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ കാണപ്പെടുന്ന ഈ ഒരു പൊടിയിൽ നിന്നാണ് നിർമ്മിച്ചെടുക്കുന്നത്. അതിൻ്റെ സ്റ്റോറേജ് ഭാഗമാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏറെ അധ്വാനം ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം ഇതിനോട് ചേർത്ത് ഓർമ്മപ്പെടുത്തുവാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ശർക്കര ഉൽപ്പാദനം എന്ന് പറയുന്നത് മറയൂർ നിവാസികൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. പരമ്പരാഗതമായിട്ട് കൈമാറി വന്നിരിക്കുന്ന നല്ല ഒരു പാരമ്പര്യത്തിൻ്റെ വശം കൂടി ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശർക്കര ഉൽപ്പാദനത്തിനുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. മറയൂർ പ്രദേശങ്ങളിൽ ധാരാളം ഇതുപോലെയുള്ള ശർക്കര ഉൽപ്പാദന കേന്ദ്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത് യഥേഷ്ടം നമുക്ക് വിനോദസഞ്ചാരികൾക്ക് കയറി കാണുവാനുള്ള അവസരം ഇവർ ഒരുക്കുന്നുണ്ട്.
കാരണം ഒന്നും മറയ്ക്കപ്പെടുവാനില്ല എന്നുള്ളതാണ്. ഇവരെ സംബന്ധിച്ചോളം ഏതു സമയത്തും ഏതൊരു വ്യക്തിക്കും കയറി ചെല്ലുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഉൽപ്പാദനങ്ങൾ ഇവിടെ നടക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം 65ഓളം ഫാക്ടറികൾ ചെറുകിട വ്യവസായം എന്നുള്ള രീതിയിൽ ഇവിടെ നടത്തപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് മറയൂർ പ്രദേശങ്ങളിലെ കരിമ്പിൻ തോട്ടങ്ങളാണ്. ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലാണ് ഇവിടെ കരിമ്പിൻ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ലഭ്യമാകുന്ന ഈ കരിമ്പിൽ നിന്നാണ് ഈ ശർക്കര ഉൽപ്പാദിപ്പിക്കപ്പെടുക.